ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, ഇന്ന് എന്ത് ഏഞ്ചൽ മെസ്സേജാണ് ഉള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ നോക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതൊരു മാരേജ് ആയിരിക്കും, ജോലി ആയിരിക്കും, സംതിങ് എന്ത് തന്നെയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ട് ആലോചിക്കുന്നത് അതെനിക്ക് പെട്ടെന്ന് കിട്ടില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ, കിട്ടുമെന്ന് മാത്രം ഭയങ്കര പോസിറ്റീവ്ലി ചിന്തിക്കുക. കിട്ടത്തില്ല എന്നങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ദൈർഘ്യം കൂടും കയ്യിൽ കിട്ടാനുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും ടൈം കൂടുതൽ കൊടുക്കാതെ നിങ്ങളത് പെട്ടെന്ന് നിങ്ങളിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുക, അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. എല്ലാ കാര്യവും കെയറോടെ ശ്രദ്ധിക്കുക. ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്കുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് പൈൽ നോക്കാം. സെക്കൻഡ് പൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾക്ക് തരുന്നത് കൂടുതൽ സ്ട്രെസ്സും ഡിപ്രഷനും മാത്രമായിരിക്കും. അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടവും ഇല്ല, ഒന്നും കിട്ടുന്നില്ല, സങ്കടം മാത്രമേ ഉള്ളൂ, ഒരു സന്തോഷമൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ അതിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ കൊണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ എന്ത് വില കൊടുത്തു അതിൽ നിന്ന് മാറണം എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്കിപ്പോൾ മാറാൻ പറ്റിയില്ലെങ്കിൽ പോലും ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ പോകുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏഞ്ചൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് മാറാനുള്ള ടൈം വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഏഞ്ചൽസ് കാണിക്കുന്നുണ്ട്. ചിലരുടെ കാര്യത്തിൽ എന്താണെന്നറിയത്തില്ല. അതുപോലെ തന്നെ ഏഞ്ചൽസ് അവരോട് പറയുന്നുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തളരരുത്. ഒരു മൈൻഡ് കുറച്ചുപോലും ഒന്ന് ടെൻഷനായിട്ടോ സ്ട്രെസ്സായിട്ടോ ഇരിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ആലോചിച്ച് കഴിഞ്ഞാലും കൂടുതൽ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദിശ വിട്ട് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അത് നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട ഒരാവശ്യം വരത്തില്ല. നിങ്ങൾ യൂണിവേഴ്സ് എന്താണോ തരുന്നത്, നിങ്ങളുടെ മൈൻഡിൽ ഇൻറ്റ്യൂട്ടീവായിട്ട് എന്ന് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് അതിലേക്ക് തന്നെ നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. താങ്ക്